ഹായ്, ലിറ്റിൽ ഫാമിലി കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കക്കപ്പ വേവിച്ചതും ചിക്കൻ പുരട്ടിയതും കൂടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത് എല്ലാവരും ഉണ്ടാക്കുന്നത് കപ്പയും ബീഫും കപ്പയും എല്ലും അങ്ങനെയൊക്കെയല്ല ഉണ്ടാക്കുന്നത്. നമുക്ക് ഇന്ന് ഉണക്കക്കപ്പ വേവിച്ചതും ചിക്കൻ പുരട്ടിയതും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഉണ്ടാക്കാൻ പോകാം. നമുക്കിതുപോലെ നല്ല അടിപൊളി രുചിയിൽ ഉണക്കക്കപ്പ വേവിച്ചതും ചിക്കൻ പുരട്ടും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുമെങ്കിൽ റെസിപ്പി മനസ്സിലാവുള്ളൂ. നമ്മളിവിടെ 1 കിലോ ഉണക്കക്കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു 4 മണിക്കൂറോളം വെള്ളത്തിൽ ഇട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതായിട്ട് 2 പ്രാവശ്യം കഴുകി നമ്മളെടുത്തു. അതിനുശേഷം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 4 കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട്. വെള്ളം ഇച്ചിരി കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നല്ലതായിട്ട് എന്താ പറയുക, തിളച്ച് കഴിയുമ്പോഴത്തേനും വെള്ളം ഊറ്റി കളയേണ്ടതാണല്ലോ. അതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്യാസിൽ കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ അടിച്ചെടുക്കുന്നുണ്ട് വേവിക്കാൻ വേണ്ടി. ഒരു വിസിൽ അടിക്കുന്നുള്ളൂ, കാരണം കപ്പയുടെ വേവ് നമുക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു വിസിൽ അടിച്ചിട്ട് തുറന്ന് നോക്കിയിട്ട് അത് വെന്തില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നുകൂടെ വേവിക്കാം. ആ സമയത്തൊക്കെ നമുക്ക് ഒരു 4-5 ചെറിയ ഉള്ളി, 2 വലിയ വെളുത്തുള്ളിയുടെ അല്ലി, ഒരു പച്ചമുളക്, തേങ്ങ. അപ്പോൾ തേങ്ങ ഇച്ചിരി കൂടുതലെടുക്കുന്നത് നല്ലതായിരിക്കും. തേങ്ങയും ഒക്കെ നല്ല അടിച്ചു കൂടുതലെടുക്കുമ്പോൾ നമുക്ക് കപ്പയ്ക്ക് ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് മിക്സിക്കകത്തോട്ട് തേങ്ങയും ഉള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ ഇത് നല്ലതായിട്ട് അരച്ചെടുക്കുക. ഇതിൻ്റെ ഇച്ചിരി സ്വല്പം കരിവേപ്പിലയും കൂടി ഇടണേ. കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് വേണം ഇത് അരച്ചെടുക്കുക. അപ്പം നമ്മുടെ അരപ്പ് ഇവിടുത്തെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി അരപ്പ് ഇവിടെ റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഈ സമയത്തേക്ക് നമുക്ക് ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. കപ്പയുടെ പരുവം നോക്കാം. ഇനി നമുക്ക് കപ്പ വെന്തോന്ന് നോക്കാം. അപ്പം നമ്മുടെ ആവി കളഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം എന്തോ പരുവം എന്നുള്ളത്. ഇനി ഇത് വെന്തിട്ടില്ലെങ്കിൽ നമുക്കിനി ബാക്കി ഇനിയും തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. ഒന്നുകൂടെ തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് റെഡിയാവും. അപ്പം കപ്പ നമ്മൾ നോക്കിയപ്പം ഒരു സ്വല്പം കൂടെ വേകാനുണ്ടായിരുന്നു. അപ്പം ഞാനത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തപ്പോഴത്തേക്കും കറക്റ്റായിട്ട് വെന്ത് കിട്ടി. സ്വല്പം കൂടെ വേകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തിളയും കൂടി തിളപ്പിച്ച് വേവിച്ചെടുത്തു. എടുത്തതിന് ശേഷം നമുക്കിനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെള്ളം ഊറ്റി കളയുക. ഇപ്പം വേണ്ട കറക്റ്റായിട്ട് തന്നെ നോക്കിയപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി അത് വെള്ളം ഊറ്റി കളയുക. വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഞാൻ ആ പാത്രത്തിലോട്ട് തന്നെ വെക്കുന്നുണ്ട്. ഒന്ന് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇച്ചിരി ബാക്കി വെള്ളമുള്ളത് പറ്റിപ്പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതിലേക്ക് നമുക്ക് ഇനിയും നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ അരപ്പൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയ്ക്കകത്ത് ഇച്ചിരി കടുക് പൊട്ടിച്ച് ഒരു 2-3 വറ്റൽമുളക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതുകൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി മാറ്റി വെച്ച് നല്ലതായിട്ട് ഇതങ്ങ് ഇളക്കുക. നല്ലതായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഈ സമയത്തൊക്കെ നമുക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്കൊന്ന് കുഴച്ചിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇവ ഇട്ട് കൊടുക്കാം. വേണം നമുക്ക് ഉപ്പ് പൊടിയായിട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളത്തിൽ ഉപ്പ് ചാലിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്ത് നല്ലതായിട്ടങ്ങ് കുഴച്ചെടുക്കുക. നല്ലതായിട്ട് അങ്ങോട്ട് കപ്പയൊക്കെ അങ്ങോട്ട് പൊടിയിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക. ഇപ്പം നമ്മുടെ വേണ്ട കപ്പ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കണം എങ്ങനെയുണ്ട്. നമ്മൾ ഒത്തിരി ഉപ്പ് ചേർക്കണ്ട, കാരണം നമ്മുടെ ഈ ചിക്കൻ്റെ ഗ്രേവിയും കൂടെ വരുന്നുള്ളതുകൊണ്ട് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട, കാരണം മറ്റേ ഗ്രേവി എന്ന് വരാൻ നേരം അതിൽ ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ ടോട്ടലി ഉപ്പ് കൂടിപ്പോവും. അപ്പം അതെല്ലാം നോക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ. അപ്പം കപ്പ കണ്ട് ഇവിടെ നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുത്ത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, കപ്പ വേവിക്കുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പം കപ്പ ഇനി അവിടെ ഇനിയും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനിയും ആ സമയത്തേക്ക് നമുക്ക് ചിക്കൻ്റെ പരിപാടി ചെയ്യേണ്ടതായിട്ടുണ്ട്. കപ്പ ഇവിടെ റെഡിയാക്കി ഇട്ടിരിക്കുക കണ്ടോ, നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ആ സമയത്ത് ചിക്കൻ കറി ഞാൻ റെഡിയാക്കി എല്ലാം ഗ്രേവിയൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കപ്പയ്ക്കകത്തോട്ട്
ചിക്കൻ ഇട്ട് കൊടുത്തു. ഗ്രേവി കണ്ടോ, ഇത്രയും ഗ്രേവിയുടെ മതി, ഒത്തിരി ചാറായിട്ട് വേണ്ട. ഇത് നമുക്ക് മിക്സ് ആക്കി കുഴച്ചെടുക്കാൻ പോവുക. അപ്പം ഈ ഒരു ഗ്രേവിയുടെ പരുവം മതി കേട്ടോ. നല്ല ഒത്തിരി എരിവില്ല, എന്നാലും മീഡിയം സൈസ് എരിവുണ്ട്. കപ്പയും ബീഫും ഒക്കെ ആകുമ്പോൾ ഇച്ചിരി എരിവ് വേണമല്ലോ. അപ്പം കപ്പയും ചിക്കൻ ആകുമ്പോഴും എരിവ് വേണം. നല്ലതായിട്ട് നമ്മൾ കുഴച്ചെടുക്കുക. പിന്നെ ഈ ഒരു ഐറ്റം നല്ല ചൂടോടെ കഴിക്കാനായിരുന്നു നല്ല ടേസ്റ്റ് കേട്ടോ. കാരണം ചൂടോടെ കഴിക്കാൻ നേരം അടിപൊളി രുചിയായിരുന്നു. ഇതിൻ്റെ കൂടെ നമ്മൾ കപ്പ കഴിക്കുമ്പോൾ അറിയാമല്ലോ, പണ്ടൊക്കെ കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും കാന്താരി കൂട്ടുമ്പോൾ ഒരു കട്ടൻ കാപ്പി മസ്റ്റ് അല്ലേ എന്ന് പറയുന്ന പോലെ, കപ്പ കഴിക്കുമ്പം ഇതിനോട് ഒരു കട്ടൻ കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിട്ട്. കാരണം ഇതിന് തന്നെ നല്ല എരിവുണ്ട്. എരിവുള്ളപ്പം ആ എരിവിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പിയും കൊള്ളപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഞാൻ ഇത് കുക്ക് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഐറ്റം ആയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇത് ഉറപ്പായിട്ടും വീട്ടിൽ ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കുക. നോക്കിയതിന് ശേഷം നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റും ഒക്കെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം. അപ്പോൾ നല്ലതായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് സ്വല്പം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണേ. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലതായിട്ട് കുഴച്ചെടുക്കുക. ഇത് നല്ല ചൂടോടെ തന്നെ കഴിക്കണം. ഇത് നല്ല നമുക്ക് വീട്ടിൽ അതിന് കഴിക്കാം. അല്ല നമ്മുടെ ഔട്ട്ഡോർ ആയിട്ട് പുറത്തൊക്കെ ഇരണ്ട് ഇച്ചിരി വാഴയിലൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചാലും അല്ലേ, കപ്പയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കുമല്ലോ. അതൊക്കെ ഒരു നല്ലൊരു ഇതല്ലേ. പുറത്ത് പോയി ഒരു വാഴയിലൊക്കെ അങ്ങോട്ട് വെട്ടി ഇതങ്ങോട്ട് കപ്പ അങ്ങോട്ട് ഇട്ട് ഒരു കട്ടൻ കാപ്പിയെ കൊണ്ട് വെച്ച് നല്ല കഴിക്കുന്നു പറഞ്ഞാൽ വേറെ ഒരു ലെവലാണത്. അപ്പോൾ നമ്മുടെ കപ്പ വേവിച്ചത് ചിക്കൻ പുരട്ടി റെഡി ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. അതിനോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കപ്പ വേണ്ട, കട്ടൻ കാപ്പി വേണം. അതുപോലെ നമ്മൾ കട്ടൻ കാപ്പിയും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ചൂട് കപ്പ കഴിക്കുമ്പോൾ കട്ടൻ കാപ്പി കുടിക്കുമ്പോഴല്ലോ നല്ല അടിപൊളി വൈബാണ്. അതൊന്ന് ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഹായ്, അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ തന്നെ കുക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.